മാധ്യമങ്ങൾക്ക് മുന്നിൽ സത്യനന്ദിക്കാട് എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, ഇന്നസെൻറ്റ്, നെടുമുടി വേണു, KPS ലളിത ഇവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സിനിമ ചെയ്യാമായിരുന്നു എന്ന ധൈര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ആ ധൈര്യമില്ല എന്ന് സത്യനന്ദിക്കാട് പറയുന്നു. ഒരു കഥ എഴുതുമ്പോൾ, ഒരു തിരക്കഥ എഴുതുമ്പോൾ, അതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അവരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു എന്ന് സത്യനന്ദിക്കാട് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മുഖമൊന്നും വരാറില്ല. പ്രിയദർശനും ഇതേ കാര്യങ്ങളാണ് പറയുന്നത്. ഭയമാണ് ഒരു തിരക്കഥ എഴുതാൻ. പണ്ടുള്ളവരൊക്കെ ചോദിക്കുമായിരുന്നു, പണ്ടുള്ള പോലത്തെ തിരക്കഥകൾ എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത്. വരാൻ എനിക്ക് ആർട്ടിസ്റ്റുകളില്ല, എനിക്ക് എൻ്റെ കൂടെ ഇവരാരുമില്ല എന്ന് പ്രിയദർശനും പറഞ്ഞൊരു വാചകമുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീനിവാസനും കൂടി നമ്മൾ വിട്ട് പോകുമ്പോൾ ഒരു വലിയ ശൂന്യതയാണ് മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്നത്. ഇത് ആലങ്കാരികമായി പറയുന്നൊരു വാചകമല്ലെന്നേ. നമ്മൾ ഒന്ന് നോക്കിക്കേ, നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച, നമ്മളെ കണ്ണീരണിയിപ്പിച്ച അവരാരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ജഗതി ശ്രീകുമാർ ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് തന്നെ മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ്. ജഗതി ശ്രീകുമാർ ഇപ്പോൾ മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളത് വ്യക്തവും കൂടിയാണ്. അതുകൊണ്ടാണ് ജഗതിയും കൂടി കൂട്ടുന്നത് എന്നതും കൂടി ആദ്യം തന്നെ പറയട്ടെ. നെടുമുടി വേണു, ശങ്കരാടി, KPS ലളിത, സുകുമാരി, ഫിലോമിന, ഇന്നസെൻറ്റ്, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു, ക്യാപ്റ്റൻ രാജു, ഇപ്പോൾ ശ്രീനിവാസൻ, ഇങ്ങനെ ഒരു വരിയായിട്ടുള്ള താരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. കൊച്ചിൻ അനീഫയും കൂടി ആടയട്ടെ. ഈ താരങ്ങളെല്ലാവരും തന്നെ നമ്മൾ ഒരു ഘട്ടത്തിൽ പൊട്ടിച്ചിരിപ്പിക്കുകയും നമ്മളെ കണ്ണീരണിയിപ്പിക്കുകയും ഒക്കെ ചെയ്ത വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റുകളല്ലേ. ലാലേട്ടൻ തന്നെ ഭരദ്വാജ് രംഗനുമായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളം സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, ഞങ്ങളുടെ ട്രഷറായിരുന്നു, പക്ഷേ അവരെല്ലാവരും പോയി, ദേ ഓൾ ലെഫ്റ്റ് അസ്, അവരെല്ലാം പോയി എന്ന് ലാലേട്ടൻ വളരെ കണ്ണീരോടെ പറയുന്നൊരു വാചകമുണ്ട്. നമ്മളൊരു ഫ്രെയിം എടുത്ത് നോക്കിയാൽ, പൊന്മുട്ടയെടുത്ത താറാവിലെ ഒരു ഫ്രെയിം നിങ്ങളെടുത്ത് നോക്കിയേ, അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ദ ഗോൾഡൻ എറ ഓഫ് മലയാളം സിനിമ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന, ചുറ്റും പ്രഗത്ഭർ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ഫ്രെയിം. അതാണ് ഒരുപക്ഷെ ഒരു ഡ്രീം ഫ്രെയിം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ഫ്രെയിം. ഇതുപോലുള്ള പല ഫ്രെയിമുകളുമുണ്ട്. നമുക്കിപ്പോൾ ആ ആർട്ടിസ്റ്റുകളൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ ആ സിനിമ എവിടെയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഫ്രെയിംസ്. ഇനി ഉണ്ടാകുമോ ഇതുപോലുള്ള താരങ്ങളെന്നൊക്കെ നമുക്ക് വീണ്ടും ഓർത്തു പോകുന്ന ഫ്രെയിംസൊക്കെയാണ്. പക്ഷെ അത് വളരെ ഒരു നഷ്ടബോധമാണ്. ശ്രീനിവാസനും കൂടി വിട്ട് പിരിയുമ്പോഴാണ് അത് എത്രമാത്രം നഷ്ടമാണ് ഇവരുടെ സിനിമകൾ, ഇവരുടെ കഥാപാത്രങ്ങൾ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. അത്രമാത്രം ഇവരെല്ലാവരും മലയാള സിനിമയെ ഷേപ്പ് ചെയ്ത്, മലയാള സിനിമയെ മോൾഡ് ചെയ്തെടുത്ത, ഒരു പുതിയ എറയെ റീഡിഫൈൻ ചെയ്ത താരങ്ങളാണ്. ശ്രീനിവാസൻ തിരക്കഥ എഴുതുമ്പോൾ പോലും ഇവരെല്ലാവരുമായിരുന്നു ശ്രീനിവാസൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ താരങ്ങൾ താൻ എഴുതി വച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ അഭിനയിച്ച് പ്രതിഫലിക്കാനും സ്ക്രീനിലേക്ക് കൊണ്ടുവരാനും ഇത്രയും ശക്തമായ ആളുകളുള്ളത് തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ നട്ടല്, ധൈര്യം, ആരോഗ്യം എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ ഓരോ കൊഴിഞ്ഞുപോക്കലിൽ പോലും നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇന്ന് നമ്മൾ ടെലിവിഷൻ ഓണാക്കി സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് ഇവരഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു രംഗം കാണുമ്പോൾ ആ രംഗം മുഴുവിപ്പിക്കാതെ നമ്മൾക്ക് എണീക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ TV-യിലാണെങ്കിൽ നിങ്ങൾ ആ സിനിമ അറിയാതെ ഇരുന്ന് കണ്ടുപോകും. അത് അറിയാതെ കാണുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം കാണുന്നതല്ല. അത്രയ്ക്ക് ഹോണ്ടിങ് ആണ്, അത്രയ്ക്ക് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന രീതിയിലേക്കാണ് ഇവരഭിനയിച്ച് വെച്ചേക്കുന്ന സിനിമകളൊക്കെ മാറുന്നത്. ഓരോ കൊഴിഞ്ഞുപോക്കൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലുമാണ് ഇവരൊക്കെ എന്തുമാത്രമാണ് എന്ന് നമുക്ക് ചിന്തിച്ചു പോകുന്നത്. ശ്രീനിവാസനെ ഒരു അണ്ടർ-റേറ്റഡ് ആക്ടറായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരുന്നു നേരെ ശ്രീനിവാസൻ്റെ തിരക്കഥകളിൽ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ അല്ലാണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴായിട്ട് നിൽക്കുന്നുണ്ട്. ഐക്കോണിക് കഥാപാത്രങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് സ്റ്റിൽ ഇപ്പം മറ്റ് പല ഇൻഡസ്ട്രികളിലെയും ആളുകൾ കൗതുകത്തോടെയും നോക്കിക്കാണുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ള തോന്നലുകൾ ഉണ്ടാവുന്നത്. ഡിഡ് വി സെർവ് ദം റൈറ്റ് എന്നുള്ള ചോദ്യം. അവർ നമുക്ക് തന്നത്, മലയാള സിനിമയ്ക്ക് തന്ന സംഭാവനകളൊക്കെ വലുതാണ്, പക്ഷെ നമ്മൾ തിരിച്ചതുപോലെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നതും കൂടി കൊണ്ടാണ് ഈ കാര്യം കൂടി അഡ്രസ്സ് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നത്. തിരിച്ച് ആ സ്നേഹം, ആ അളവ്, നമ്മൾ ഇന്ന് താരരാജാക്കന്മാരെന്നൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ 10 അളവ് സ്നേഹം നമ്മൾ ഇവരുടെ കഥാപാത്രങ്ങൾക്കും ഇവരുണ്ടായിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും സംശയവും നിലനിൽക്കുകയാണ്. നമ്മൾ എത്രയോ ആളുകളെ വളർത്തുന്നു, എത്രയോ താരങ്ങൾ നമ്മൾ വളർത്തുന്നു, പക്ഷെ ഇവരെ വളർത്താൻ നമ്മൾ കൂടെ നിന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും കൂടി വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട്. ഇപ്പം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു യൂണിവേഴ്സാണ്. ഒരു ഗ്രാമമാണ്, ഗ്രാമീണരാണ്. ആ ഗ്രാമീണരായിട്ടേ തോന്നിക്കുകയുള്ളൂ. ഇവരാരും തലപ്പൊക്കമുള്ള സൂപ്പർ താരങ്ങളല്ല. ഇവരെല്ലാം മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന താരങ്ങളാണ്. ആ താരങ്ങളെ നമ്മൾ
ഒരു സ്ക്രീനിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇടുന്ന താറാവിൽ ഒരു രംഗം കാണുമ്പോൾ, വരവേൽപ്പിലൊരു രംഗം കാണുമ്പോൾ, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലൊരു രംഗം കാണുമ്പോൾ, നാടോടിക്കാറ്റിലൊരു രംഗം കാണുമ്പോൾ, ചന്ദ്രലേഖയൊരു രംഗം കാണുമ്പോൾ, ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, അത് വേറൊരു ഫീലാണ്. ഇനി അങ്ങനൊരു ഗോൾഡൻ ഫ്രെയിം ഇല്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് സത്യനന്ദിക്കാട് പോലൊരു സംവിധായകൻ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലോ ചോദ്യചിഹ്നത്തിന് മുകളിലാണ് സത്യനന്ദിക്കാട് എന്ന സംവിധായകനെ ഞാൻ വിളിക്കും. കാരണം ഏറ്റവും ഒടുവിൽ സത്യനന്ദിക്കാട് പറഞ്ഞൊരു വാചകമുണ്ട്: ഞാനും ശ്രീനിവാസനും കൂടി ചേർന്ന് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ തയ്യാറാക്കാൻ ഇരിക്കുകയായിരുന്നു, ഇനി ആ സിനിമ നടക്കില്ല എന്നുള്ളത് സത്യനന്ദിക്കാട് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു. അതായത് തൻ്റെ വലം കൈ, ആ എഴുത്തുകാരൻ, ആ തൂലിക അതില്ലാത്ത പക്ഷം തന്നെ കൊണ്ട് ചലിക്കാൻ കഴിയില്ല, ആ സിനിമയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ്റെ വാചകം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ടൺസ് ഓഫ് എക്സ്പീരിയൻസ്, 30, 40, 45 വർഷവും അല്ലെങ്കിൽ 50, 60 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള സംവിധായകൻ. ആ സംവിധായകന് പറയാൻ വരെയാണ് എനിക്കിനി സിനിമ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ആലോചിച്ച് നോക്കിയേ. ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള സംവിധായകൻ ചിലപ്പോൾ ശ്രീനിവാസനും സത്യനന്ദിക്കാടും കൂടി ചേർന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ആ സിനിമയുടെ 1 ലൈൻ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലേ? ആ 1 ലൈൻ ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഒരുപക്ഷെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ പോലും അത് തിരക്കഥയാക്കാൻ സത്യനന്ദിക്കാടിന് കഴിയില്ല എന്നുള്ളതും കൂടിയാണ് സത്യനന്ദിക്കാട് പറയുന്നത്. അതിന് എനിക്ക് എൻ്റെ ശ്രീനിവാസൻ വേണം, അദ്ദേഹം ഇല്ല, അതുകൊണ്ട് ആ സിനിമ ഇനി ഇല്ല എന്നതാണ് സത്യനന്ദിക്കാട് പറയുന്നത്. ആലോചിക്കുക. അത്രയും ആ ഒരു ലെജൻഡറി എന്നതിൻ്റെ വാക്കിന് ആ അർത്ഥത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ആ ഒരു അളവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനിയില്ല ആ ഒരു ഗോൾഡൻ ഫ്രെയിം. ഒരുപക്ഷെ പല സിനിമകളുടെയും ഒരു സാഡസ്റ്റ് ബിറ്റർ ട്രൂത്ത് ഞാൻ പറയാം, ഈ ഫ്രെയിമുകളിലൊക്കെ ഒരുപക്ഷെ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഒരേ ഒരു ആൾ ലാലേട്ടനായിരിക്കും, ബാക്കി എല്ലാവരും പോയി. പല ഫ്രെയിംസ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പല സിനിമകളിലെ രംഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ പലരും ഇല്ല. ആകെ ബാക്കി നിൽക്കുന്നത് ലാലേട്ടനായിരിക്കാം, മുകേഷ്, ജഗദീഷ്, അങ്ങനെ വിരലെണ്ണാവുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. ലാലേട്ടൻ പറഞ്ഞതുപോലെ they all left us.